നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നവീകരണത്തിന്റെ ഭാഗമായി തൃശൂർ KSRTC റോഡ് അടച്ചിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് ഉടൻ തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംരക്ഷണ സമിതി ധർണ നടത്തി. ദേശസാൽകൃത ബാങ്കുകളിൽ 10 വർഷത്തിലേറെ അവകാശപ്പെടാത്ത നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ നടപടി. തൃശൂർ ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം കാളമുറിയിൽ ബൈക്കുകളും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള സംഗീതോത്സവത്തിന് തുടക്കമായി. ഈ മാസം 30-നാണ് തിരുവമ്പാടി വൈകുണ്ഠ ഏകാദശി. വെട്ടുകാട് ചെറുകുന്നിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി റോഡിലേക്ക് വീണു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ KSEBയുടെ ടേൺ കീ തൊഴിൽ സമ്പ്രദായത്തിനെതിരെ ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU രംഗത്ത്. കരാർ തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും അവഗണിക്കുന്നതും ടേൺ കീ കമ്പനികൾക്ക് ലാഭം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ രീതിയിലുമാണ് കേന്ദ്ര സർക്കാർ ഈ സമ്പ്രദായം വ്യവസ്ഥ ചെയ്തിരിക്കുന്നതെന്നാണ് ആക്ഷേപം. അഴീക്കോട് മുനക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ചിൽ ഡിസംബർ 20 മുതൽ 31 വരെ ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിക്കും. 20-ന് രാവിലെ സംഘാടക സമിതി ചെയർമാൻ E.T. ടൈസൺ MLA കൊടിയുയർത്തുന്നതോടെ തീരോത്സവത്തിന് ആരംഭമാകും. ദേശീയ മനുഷ്യാവകാശ സമിതി തൃശൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ചിന്മയ മിഷന്റെ ആഭിമുഖ്യത്തിൽ 1000-ഓളം പേരുടെ സമ്പൂർണ്ണ ഭഗവത്ഗീത പാരായണവും ഹനുമാൻ ചാലീസ ജപവും നടത്തി. ചിന്മയ മിഷന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ചർച്ച് വെൽഫെയർ സൊസൈറ്റിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി നടത്തുന്ന ആഘോഷ പരിപാടികൾ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പുതിയ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരം വേദിയാകും. ഞായറാഴ്ച രാവിലെയാണ് 46 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യകലാകാരൻ കൊടകര സജ്ജി അനുസ്മരണം സംഘടിപ്പിച്ചു. PM നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ വൈക്കം മുഹമ്മദ് ബഷീർ ചെയറും സംയുക്തമായി ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. പ്രൊഫസർ ഡോക്ടർ KM കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടനല്ലൂർ റീജൻസി ക്ലബ്ബ് സ്ഥാപകാംഗങ്ങളെ ആദരിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് MB ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശിയായ യുവ ഫുട്ബോൾ താരത്തെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എങ്കക്കാട് കളരിക്കൽ വീട്ടിൽ ആനന്ദിന്റെ മകൻ അഭിരാമാണ് മരിച്ചത്. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി റെയിൽവേ ഉന്നതിയിലെ അംഗൻവാടിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഡിവിഷൻ കൗൺസിലർ SKA ആസാദ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ചാമക്കല നഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആത്മീയ സമ്മേളനം നടത്തി. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചാൻസലർ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ദേവസ്ഥാനോത്സവവും ദക്ഷിണമൂർത്തി സംഗീതോത്സവവും 20-ന് ആരംഭിക്കും. വൈകിട്ട് 7-ന് ദേവസ്ഥാനോത്സവത്തിന് കൊടിയേറും. സംഗീതോത്സവം 28-ന് സമാപിക്കും. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 170-ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ ഭവനോദ്ഘാടനം ഞായറാഴ്ച നടക്കും. നെല്ലങ്കര അംബേദ്കർ സ്ക്വയറിന് സമീപം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിക്കും. ലയൺസ് ഡിസ്ട്രിക്ട് 318D ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ ട്രേഡ് ഫെയർ ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കും. കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിലാണ് ട്രേഡ് ഫെയർ നടക്കുക. പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ റെന്നി മുണ്ടൻകുര്യൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 26, 27, 28 തീയതികളിലാണ് തിരുനാൾ. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർപ്പൂരാദി കലശത്തിന് പരിസമാപ്തിയായി. തന്ത്രി ചേനാസ് ദിനേശ് നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മായന്നൂർ ജവഹർ നവോദയ വിദ്യാലയത്തിന്റെ 38-ാമത് വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു.
കേരള ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ തൃപ്രയാറിൽ നടക്കും. AC മൊയ്തീൻ MLA പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി ദേശീയപാതയിലെ കോടതി ജംഗ്ഷൻ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക്. പ്രവേശന കവാടത്തിലെ 4ഇടത്തും വീതി കുറഞ്ഞതാണ് റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരക്ക് കാരണം. യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയായ ചന്ദ്രാപ്പിനി സ്വദേശി വല്ലോറ വീട്ടിൽ ശ്രീജിത്തിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എടമുട്ടം സ്വദേശി പള്ളിപ്പറമ്പിൽ അസ്ഫറിനെ ആക്രമിച്ച കേസിലാണ് നടപടി. വിജയദിനാഘോഷത്തിന്റെ ഭാഗമായി വിമുക്ത ഭടന്മാർക്ക് ആശംസാ കാർഡുകൾ അയച്ച NCC കേഡറ്റുകൾ. ഗുരുവായൂർ സത്യഗ്രഹ കവാടത്തിന് സമീപം നടന്ന പരിപാടി NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. ചേലക്കര എളനാട് റോഡിൽ സഹോദരങ്ങളെ ട്രാവലർ ഇടിച്ചു തെറിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരം. ചേലക്കര SMT സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ബഷീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കണ്ടശാങ്കടവ് മാർക്കറ്റിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടശാങ്കടവ് സ്വദേശി ആദർശ്, ആറാംകൽ സ്വദേശി പ്രദു എന്നിവരാണ് അറസ്റ്റിലായത്. നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതി മാർട്ടിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി അതിജീവിത. സോഷ്യൽ മീഡിയയിലാണ് കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിന് സമീപം കോതപറമ്പിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 5 യുവാക്കളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.